4 ഉൽപാദന രീതികളെ പറ്റിയാണ് കാൾ മാർക്സ് വിവരിക്കുന്നത്. ഏഷ്യാറ്റിക്, എനീഷ്യൻ, ഫ്യൂഡൽ, ക്യാപിറ്റലിസ്റ്റ് തുടങ്ങിയവയാണ് അവ. ആദിമ സമൂഹങ്ങളുടെ പ്രത്യേകതയാണ് ഏഷ്യാറ്റിക് ഉൽപാദന രീതി. ഇവിടെ ഭൂമി എന്നത് പൊതു ഉടമസ്ഥതയിലായിരുന്നു. അത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ കീഴിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ സ്വത്ത് എന്ന സങ്കല്പം ഇത്തരം സമൂഹങ്ങളിൽ നിലനിന്നിരുന്നില്ല. ഇതിനെ കാൾ മാർക്സ് വിശേഷിപ്പിക്കുന്നത് വർഗരഹിത സമൂഹം എന്നാണ്. എനീഷ്യൻ ഉൽപാദന രീതിയിൽ ഉൽപാദന പ്രക്രിയയുടെ അടിസ്ഥാനം അടിമത്തമായിരുന്നു. ഇവിടെയാണ് മാനവിക ചരിത്രത്തിൽ ആദ്യമായി പരസ്പരം എതിർക്കുന്ന 2 വർഗ്ഗങ്ങൾ ഉടലെടുക്കുന്നത്: അടിമയും ഉടമയും. ഫ്യൂഡൽ ഉൽപാദന രീതിയിലും പരസ്പരം എതിർക്കുന്ന 2 വർഗ്ഗങ്ങളാണ് ഉണ്ടായിരുന്നത്: ജന്മിയും കുടിയാനും. കുടിയാൻ എന്ന വർഗ്ഗം നിയമപരമായി സ്വതന്ത്രരായിരുന്നുവെങ്കിലും അവർക്ക് സ്വത്തവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു. അതിജീവനത്തിനായി അവർക്ക് ജന്മിയുടെ ഭൂമിയിൽ തൊഴിലെടുക്കേണ്ടതായി വന്നു. ക്യാപിറ്റലിസ്റ്റ്, അതായത് മുതലാളിത്ത ഉൽപാദന രീതി എന്നത് വ്യാവസായിക കാലഘട്ടത്തിന്റെ സവിശേഷതയാണ്. ഈ ഉൽപാദന രീതിയിലും പരസ്പരം എതിർക്കുന്ന 2 വർഗ്ഗങ്ങളാണുള്ളത്: മുതലാളി, അതായത് ബൂർഷ്വാസി; തൊഴിലാളി, അതായത് പ്രൊലറ്റേറിയറ്റ്.